ഇന്ന് നടന്ന ഫയർമാൻ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. നോക്കി, അതിലെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: their discussion always ended in disagreement. അല്ല, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കാണ് ഡിസഗ്രിമെന്റ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ ആന്റണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാതിരിക്കുക. അപ്പൊ അതിന്റെ സമ്മതിക്കുക എന്നതിന് നമ്മൾ സമ്മതം എന്നൊക്കെ പറയില്ലേ, അതിന് പറയുന്ന വാക്കേണ്ടതാ കൺസെൻസസ് ആണ്. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. ബാക്കിയെല്ലാം അതിന്റെ സിനോണിമായിട്ട് വരും. ഡിസ്കോർഡ് എന്നൊക്കെ പറഞ്ഞാൽ വഴക്കടിക്കുക എന്നാണ്. ചെയ്യുന്നത് അതിന് നമ്മളൊരു ഇഡിയോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് പഠിച്ചിട്ടുള്ളതാണ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, APPLE, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് പഠിച്ചിട്ടുള്ളതാണ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് മീൻസ് എന്തുവാ? കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ വഴക്കെന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഉത്തരം സി ഓപ്ഷനാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ: even though I was a beginner in this field, there had been my friends to show me the ropes. കണ്ടല്ലോ, to show me the ropes എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം. തന്നിരിക്കുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു ഷോ മീ ദ റോപ്സ് എന്നതിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ആ ചോദ്യം ഒന്നും കൂടെ വായിച്ചു നോക്കിയേ. ഈവൻ ദോ എന്നിരുന്നിട്ടും, ഐ വാസ് ദ ബിഗിനർ, ഞാനൊരു ബിഗിനർ ആയിരുന്നിട്ടും, ഇൻ ദ ഫീൽഡ്, ആ ഫീൽഡിൽ ഞാനൊരു ബിഗിനർ ആയിട്ടും, there had been my friends to show me the ropes. അപ്പം എന്ത് ചെയ്യുന്നവിടെ അവരെനിക്കൊരു സഹായം ഉണ്ടായിരുന്നു. ഞാൻ ആ ഫീൽഡിൽ, ആ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല, അവരെനിക്കൊരു പിടിവള്ളിയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവരെന്നെ സഹായിക്കുമായിരുന്നു. അത് തന്നെയാണ് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ടു ടീച്ച് ആൻഡ് ഗൈഡ് സമ്മൺ എസ്പെഷ്യലി ന്യൂ ജോബ്. കണ്ടല്ലോ, അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ വരുന്നു? ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ: കംപ്ലീറ്റ് ദ കോമ്പിനേഷൻ യൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻസ്. താഴെ തന്നിരിക്കുന്ന കോമ്പിനേഷൻ നോക്കിയിട്ട് ഉചിതമായിട്ടുള്ളത് വെച്ച് ഫില്ലപ്പ് ചെയ്യാനാണ്. ബോർ എന്നതാ എന്റെ മീനിങ് എന്താ? കാട്ടുപന്നി എന്നാണ് അർത്ഥം കേട്ടോ. BOAR, ബോർ എന്നാൽ കാട്ടുപന്നി എന്നാണ്. എന്നാ BORE, ബോർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ബോർ അടിക്കുന്നു. BOR, ബോർ എന്ന് പറഞ്ഞാൽ BORE, ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുക, മുഷീക എന്ന അർത്ഥത്തിൽ പറയുന്നു. ബോർ. അപ്പൊ ബോർ എന്ന് പറഞ്ഞാൽ BORE, ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിപ്പ് എന്ന അർത്ഥത്തിൽ പറയുന്നു. ഇവിടെ BOAR, ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? കാട്ടുപന്നി എന്നാണ് അർത്ഥം കേട്ടോ. കാട്ടുപന്നി എന്നാണ്. അപ്പൊ അതിന്റെ ഫീമെയിലാണ് ഏതെന്ന് പറയുന്നത്. ആൺ കാട്ടുപന്നിക്ക് പറയുന്ന പേരാണ് ബോർ. അതിന്റെ ഫീമെയിലാണ് സോ എന്ന് പറയുന്നത്. ഗാൻഡർ എന്നതിന്റെ ഫീമെയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാൻഡറിന്റെ ഫീമെയിൽ ഗൂസാണ്. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം നോക്കിയേ: ഹു ഈസ് ഓർഗനൈസിംഗ് ദ ചാരിറ്റി ഇവന്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. കണ്ടല്ലോ, ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ടേൺ ഇൻ ടു പാസീവ് വോയിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ പാസീവിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ററോഗേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസിന് ഇക്വേഷൻ പഠിച്ചെങ്ങനെയാ? പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂള്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും അത് തന്നെ നിലനിർത്താന്ന് പറഞ്ഞു. ഹൂ വന്നു കഴിഞ്ഞാൽ എന്തിൽ തുടങ്ങണം? ബൈ ഹൂമിൽ തുടങ്ങണം. അതായത് ഹൂവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബൈ ഹൂം വരുന്നു. ഇപ്പൊ രണ്ട് ഓപ്ഷൻ വെട്ടിക്കളഞ്ഞു, എയും ബിയും. ഇനി നോക്കണോ, ബൈ ഹൂമിൽ തുടങ്ങിയിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നു? ഓക്സിലറി വെർബ്. ഇവിടെ നമുക്ക് ബൈ ഹൂമിൽ തുടങ്ങി രണ്ട് ഓപ്ഷന്. ഇത് രണ്ടിൽ ഏത് വേണോ വരാം. ഇനി തൊട്ടടുത്ത് ഇനി അടുത്തെന്ത് പറഞ്ഞാൽ ഓക്സിലറി ആണ് വരേണ്ടത്. ഇവിടെ ചാരിറ്റി എന്ന് കിടക്കുന്നു, അവിടെ ഒബ്ജക്റ്റ്, ഇവിടെ ഓക്സിലറി. ഏതുത്തരം? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ: the assailant dashed several places before being apprehended by the police. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഇപ്പൊ ഇത് നമ്മള് കുറ്റവാളി അല്ലെങ്കിൽ ക്രിമിനൽസ് എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ്.
അപ്പോൾ അവർ ധാരാളം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കാളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ് പഠിച്ചാണ്. കാൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, അറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം ഇതിന് മുന്നിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, വിസിറ്റ് എ പ്ലേസ്. ഓക്കെ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ, കാൾ അറ്റ് ആണ് വരുന്നത്, കാൾ അറ്റ് വരുന്നത്. ഇനി കാൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? കാൾ ഓൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ എന്നാണ് കേട്ടോ, വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ, കാൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താ? കാൾ അപ്പോൺ മീൻസ് അപ്പീൽ എന്നാണ് കേട്ടോ, കാൾ അപ്പോൺ മീൻസ് അപ്പീൽ ചെയ്യുക, കാൾ അപ്പോൺ മീൻസ് അപ്പീൽ ചെയ്യുക എന്നാണ്. കാൾ അപ്പ് മീൻസ് ടു കാൾ എന്നാണ് കേട്ടോ, കാൾ അപ്പ് മീൻസ് ടു കാൾ എന്നാണ്, വിളിക്കുക എന്നാണ്. കാൾ ഇൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, കാൾ ഇൻ എന്ന് പറഞ്ഞാൽ കാൾ ഇൻസൈഡ് എന്നാണ് കേട്ടോ, കാൾ ഇൻസൈഡ് അകത്തേക്ക് വിളിക്കുക. കാൾ ഓഫ് എന്ന് പറഞ്ഞാലോ, കാൾ ഓഫ് മീൻസ് ക്യാൻസൽ ചെയ്യുക, റദ്ദ് ചെയ്യുക എന്നർത്ഥത്തിൽ പറയുന്നത്. കാൾ ഓഫ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ കാൾ ഔട്ട് എന്ന് പറഞ്ഞാലോ, കാൾ ഔട്ട് മീൻസ് ക്രൈ, ഉറക്കെ വിളിക്കുക എന്നാണ് കേട്ടോ. കാൾ ഓവർ എന്ന് പറഞ്ഞാലോ, കാൾ ഓവർ മീൻസ് റീഡ് എലൗഡ് എന്നാണ് കേട്ടോ, റീഡ് എലൗഡ്, ഉറച്ച് വായിക്കുക എന്നർത്ഥത്തിൽ പറയും. ഓക്കെ, നമുക്ക് ഉത്തരം കാൾ അറ്റ്. അടുത്ത് നോക്കിയേ, ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോസ്. കണ്ടല്ലോ, ഉചിതമായിട്ടുള്ളത് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ്, നമ്മൾ പഠിച്ചതാണ്. ഹാഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ, അതുപോലെ ഹാഡ് റാദർ, ഹാഡ് റാദർ, അതുപോലെ ഹാഡ് സൂണർ. മക്കൾ പറഞ്ഞേ, ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. വുഡ് ബെറ്റർ, വുഡ് ബെറ്റർ, അതുപോലെ വുഡ് റാദർ, വുഡ് റാദർ, അതുപോലെ വുഡ് സൂണർ, വുഡ് സൂണർ. പഠിച്ചതാണ് അതെല്ലാം. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്നത് വെർബ് V1 ആയിരിക്കും അല്ലേ, അതായത് ബെയർ ഇൻഫിനിറ്റീവ് ഫോമുകളായിരിക്കും. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ, വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ പ്ലസ് V1. V1 എന്നല്ല പറയണം, ബെയർ ഇൻഫിനിറ്റീവ് ഫോം എന്നാണ്, അതായത് വെർബിന്റെ V1 രൂപങ്ങൾ പോലെ വരുന്നു. V1ഉം V0 ഫോം ഒന്നല്ല, നമ്മൾ എന്നാലും കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണ്, അതുകൊണ്ട് നമുക്ക് അതങ്ങനെ പറയാം. എന്നാൽ ഈ ഹാഡ് വുഡ് റാദറിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ എടുത്തു പഠിച്ചു. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V2 ആയിരിക്കും, അതായത് സിമ്പിൾ പാസ്റ്റ് എഴുതണം, സിമ്പിൾ പാസ്റ്റ് V2. ഈ V2 നമുക്ക് ഓപ്ഷനിൽ നോക്കിയേ, ഇവിടെ വുഡിൻ്റെ സ്മോക്ക്, ഡസിൻ്റെ സ്മോക്ക്, ഡോൺ സ്മോക്ക്, ഡിഡിൻ്റെ സ്മോക്ക്. ഈ ഡിഡ് എന്ന് പറയുന്നത് V2 ആണ്, അതായത് ഇപ്പോൾ നമുക്ക് സ്മോക്ഡ് എന്ന് പറയുന്നതിൻ്റെ V2 ആണ് ഡിഡ് പ്ലസ് സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം പറയാം? ഡിഡ്, ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത് നോക്കി, the defense counsel was prevented dash submitting additional evidence dash the trial. കണ്ടല്ലോ തന്നിരിക്കുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനാണ്, നമ്മളത് പഠിച്ചതാണ്. പ്രിവെന്റഡ് കഴിഞ്ഞാൽ ഏത് പ്രിപ്പോസിഷൻ ചേർക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്? പ്രിവെന്റഡ്, ഫ്രം ചേർക്കുമെന്ന് പഠിച്ചു. അപ്പോൾ ഫ്രം ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷനുള്ള എ ഓപ്ഷൻ. From the defense counsel was prevented from submitting additional evidence during the trial. അവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നു ഡ്യൂറിങ്. അപ്പം എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത് നോക്കി, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ദ കില്ലിംഗ് ഓഫ് വുമൺ ആൻഡ് ഗേൾ ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ. സ്ത്രീ എന്ന നിലയിൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേരെന്താണ്? ഏതാണ്? ഫെമിസൈഡ്. ഫീമെയിലിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫെമിസൈഡ്. ഭ്രൂണകത്തേക്കാണ് ഫോസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ ഡോട്ടർ ഓർ സൺ എന്നാണ്. ഫ്രാക്ടിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫ്രാക്ടർസൈഡ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഡി ഓപ്ഷൻ. ഫെമിസൈഡ് ആണ് സ്ത്രീകളെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഫെമിസൈഡ്. ബ്രദറാണ്, ഫാദർ ആണെങ്കിൽ പാട്രിസൈഡ്, പാട്രിസൈഡ്. ഓക്കെ, ബ്രദർ ആണെങ്കിൽ ഫ്രാട്രിസൈഡ്, FRATRICIDE. സിസ്റ്റർ ആണെങ്കിൽ സൊറോറിസൈഡ്, SORORICID, സൊറോറിസൈഡ്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുന്നു? വൈഫ് ആണെങ്കിൽ
വൈഫ്, വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സോറിസൈഡ്, UXORICIDE. ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് മാരിറ്റിസൈഡ്, മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ്. ഓക്കെ, അതേപോലെ ഇൻഫാൻ്റ് ആണെങ്കിൽ ഇൻഫാൻറ്റിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഇൻഫാൻറ്റിസൈഡ്, ഇൻഫാൻറ്റിസൈഡ്. ഓക്കെ, മറക്കരുത്. ഇങ്ങനെ പോകുന്നു. രാജാവ്, കിങ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നാളെ ചോദിച്ച ക്വസ്റ്റ്യൻ കിങ് ആണ്. കിങ് ആണെങ്കിൽ റെജിസൈഡ്, കിങ് റെജിസൈഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ഡെപ്പോസിഷൻ മീൻസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ വേർഡ് ഡെപ്പോസിഷൻ ഇൻ ലീഗൽ കോണ്ടെക്സ്റ്റ് മീൻസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഏകദേശം അടുത്ത് വരുന്ന മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏകദേശം വരുന്നത് ദ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ഔട്ട്സൈഡ് ടു ദ കോർട്ട്. സി ഓപ്ഷൻ ആയിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്. സി ആണ് ഏകദേശം ആൻസർ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്ക് സി ഓപ്ഷൻ ഉത്തരമായിട്ട് എടുക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. I will finish the task into അല്ലെങ്കിൽ in no time. കണ്ടല്ലോ, ചിലപ്പം ചില കുട്ടികൾക്ക് ഇതിലൊരു ചെറിയ തെറ്റ് വരാം. നോ കണ്ട ഉടനെ നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ വില്ലും ഐയും എഴുതി വില്ലൈ അവിടെ ഉത്തരമായിട്ട് എഴുതാം, എങ്കിൽ തെറ്റും. ഇനി ആ സെൻറ്റൻസ് വായിച്ചിട്ട് എൻ്റെ മലയാളം ഒന്ന് പറഞ്ഞു നോക്കിയേ. I will finish the task in no time. ഒട്ടും സമയം കളയാതെ തന്നെ ഞാൻ എൻ്റെ ടാസ്ക് ഫിനിഷ് ചെയ്യും. പോസിറ്റീവ് മീനിങ് ആണ് നെഗറ്റീവ് മീനിങ് ആണ് നിങ്ങൾ പറഞ്ഞാൽ മതി. പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് ടാഗ് ചെയ്യണം? നെഗറ്റീവ് ടാഗ്. അവിടെ നോ എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാൽ വോണ്ടൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും കിട്ടിയ മാർക്ക് 10ൽ എത്ര എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, താങ്ക് യു.